കേരളത്തിലെ NCP ഘടകം അതിൻ്റെ രാഷ്ട്രീയ വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രാഷ്ട്രീയ ആശയവുമായി മുന്നോട്ട് പോകും. BJP ആയി ബന്ധപ്പെടുന്ന ഒരു രാഷ്ട്രീയ നിലപാടിനെയും അംഗീകരിക്കാൻ കേരളത്തിലെ ഒരു NCP പ്രവർത്തകനെ പോലും കിട്ടുകയില്ല. ഞാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമോ വേണ്ടയോ എന്ന് ഞാനല്ല തീരുമാനിക്കുക. ഇന്നലെ വരെയും ഞാൻ അങ്ങനെ തീരുമാനിച്ചില്ല. എൻ്റെ കാര്യങ്ങളിൽ എല്ലാ കാലത്തും തീരുമാനമെടുത്തിട്ടുള്ളത് പാർട്ടിയാണ്. മഹാരാഷ്ട്രയിലെ ചില സംഭവവികാസങ്ങൾ NCP NDയിലേക്ക് പോകുന്നു എന്നതിൻ്റെ സൂചനകളാണ് നൽകുന്നത്. അപ്പോൾ കേരളത്തിലെ NCPക്ക് എന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യവും പ്രസക്തമാണ്. മന്ത്രി AK ശശീന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. സർ, വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എന്താണ് കേരളത്തിലെ പാർട്ടിയുടെ നിലപാട്? ബഹുമാനപ്പെട്ട മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിൻ്റെ ആകസ്മികമായ നിര്യാണം ആ പാർട്ടിക്കകത്തും അവരുടെ ബന്ധുക്കളെന്നുള്ള നിലയിൽ NCP ദേശീയ നേതാവ് ശരത് പവാറിൻ്റെ കുടുംബത്തിനും ഉണ്ടാക്കിയ വേദനയുടെ ആഴം എത്രമാത്രമാണ് നമുക്കെല്ലാവർക്കും അറിയാം. ആ ഘട്ടത്തിൽ ഇത്തരമൊരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് സാവകാശം കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് കിട്ടിയാലും ഇല്ലെങ്കിലും കേരളത്തിലെ NCP ഘടകം അതിൻ്റെ രാഷ്ട്രീയ വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രാഷ്ട്രീയ ആശയവുമായി മുന്നോട്ട് പോകും. BJP ആയി ബന്ധപ്പെടുന്ന ഒരു രാഷ്ട്രീയ നിലപാടിനെയും അംഗീകരിക്കാൻ കേരളത്തിലെ ഒരു NCP പ്രവർത്തകനെ പോലും കിട്ടുകയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്. BJPയുമായി ബന്ധപ്പെടുന്ന ഒരു രാഷ്ട്രീയ സഖ്യത്തിലും ചേരാനോ സഹകരിക്കാനോ കേരളത്തിലെ NCP തയ്യാറല്ല. അത്തരമൊരു സാഹചര്യത്തിൽ സ്വതന്ത്രമായ വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നിലപാടായിരിക്കും ഞങ്ങൾ സ്വീകരിക്കുക. ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ അത്തരമൊരു തീരുമാനമെടുത്ത് സ്വന്തം നിലയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാകുമോ? അല്ല, ഇതിപ്പം നമ്മളിപ്പോൾ സംസാരിക്കുന്നത് വാർത്തകളുടെ മാത്രം അടിസ്ഥാനത്തിലാണ്. ഞാൻ ഞങ്ങളുടെ ദേശീയ നേതാക്കന്മാരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു. അവരുമായി വിശദമായി സംസാരിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ട് പറയുകയാണ്, മരണം സംഭവിച്ച് 2 ദിവസത്തിനകം രാഷ്ട്രീയ ചർച്ചയിലേക്ക് പോകാൻ മാത്രം അവരുടെ കുടുംബത്തിന് കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്നിരുന്നാലും അങ്ങനെ സംഭവിച്ചാൽ ഞങ്ങളുടെ നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. ഞങ്ങൾ സ്വതന്ത്രമായ വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ പ്രവർത്തിക്കും. അജിത് പവാറും ശരത് പവാറും തമ്മിൽ നേരത്തെ തന്നെ ചർച്ചകൾ നടത്തിയിരുന്നെന്നും അതിൻ്റെ ഭാഗമായിട്ട് ചില മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ചില സാധ്യതകൾ പരിശോധിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങൾ കേരളത്തിലെ പാർട്ടിയെ അറിയിച്ചിരുന്നു? അല്ല, അത് ഞങ്ങൾക്കറിയും. കാരണം അവിടെ അജിത് പവാറുമായി ശരത് പവാർ സഹകരിക്കാൻ കാരണം BJPയുടെ കയ്യിലേക്ക് പൂനെയുടെ ഭരണം പോകാൻ പാടില്ല എന്ന രാഷ്ട്രീയ ലക്ഷ്യം അനുസരിച്ചുകൊണ്ടാണ്. അപ്പോൾ BJPയെ എതിർക്കുന്ന അജിത് പവാറിനോടാണ് BJP എതിർക്കുന്ന ശരത് പവാർ സഹകരിച്ചത്. അതുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് അവിടെയും രാഷ്ട്രീയ നയം വ്യക്തമാണ്. BJPയെ പരാജയപ്പെടുത്താൻ ആവശ്യമായ രാഷ്ട്രീയ തന്ത്രങ്ങൾ സ്വീകരിക്കുക എന്നതാണ് NCP നേതൃത്വം ആ ഘട്ടത്തിൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അജിത് കുമാറിൻ്റെ ഭാര്യ ഉപമുഖ്യമന്ത്രിയായി എത്തുമെന്നും അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിസഭയിൽ NCPക്ക് ഒരു മന്ത്രിസ്ഥാനം ലഭിക്കുമെന്നടക്കമുള്ള വാർത്തകൾ വരുന്നുണ്ട്. അജിത് പവാറിൻ്റെ ഭാര്യ അദ്ദേഹം ഉൾക്കൊള്ളുന്ന മന്ത്രിസഭയിലെ ഒരു അംഗമാകുന്നത് അതിശയോക്തിയോടുകൂടി കാണേണ്ടതൊന്നുമല്ല. അത് സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. എന്നാൽ NCPയുടെ നേതാവ് സുപ്രിയ സുളെ NDA മന്ത്രിസഭയിൽ അംഗമാകണമെന്ന് തീരുമാനിക്കുന്നത് അത്ര എളുപ്പമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാർട്ടി ഘടകങ്ങളൊന്നും ഇത്തരത്തിൽ ചർച്ചകൾ നടന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ആകെ 2 ദിവസമല്ലേ ആയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ആ നിര്യാണം എന്ന് പറയുന്നത് സാധാരണ മരണമല്ലല്ലോ. അസാധാരണമായ ഒരു ഷോക്ക് എല്ലാവരിലും ഉണ്ടാക്കിയ ഒരു മരണമാണല്ലോ. ആ ഷോക്കിൽ നിന്നും ആ കുടുംബം രാഷ്ട്രീയ ചർച്ചയിലേക്ക് നീങ്ങാൻ തുടങ്ങിയെന്നതിനെ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതിന് സാഹചര്യം അതല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു മനുഷ്യൻ്റെ ഒരു സാധാരണ സ്വഭാവം വികാരത്തെ കണക്കിലെടുത്തുകൊണ്ട് ഞാൻ പറയുന്നത്.
ഏതായാലും കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിലെ പാർട്ടി ഇടതുപക്ഷത്തിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് തന്നെയാണ് താങ്കൾ പറയുന്നത്. അതിൻ്റെ വ്യക്തിത്വം ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. താങ്കൾ മത്സരരംഗത്ത് ഉണ്ടാവുമോ ഇല്ലയോ അങ്ങനത്തെ ചില സംശയങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. ചില പാർട്ടി നേതൃത്വം തന്നെ അത്തരത്തിലുള്ള സംശയം ഭിന്നതകളൊക്കെ രൂപപ്പെടുന്നു എന്ന് പറയുന്നു. അതൊക്കെ അഭ്യൂഹങ്ങളാണ്. ഞാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമോ വേണ്ടയോ എന്ന് ഞാനല്ല തീരുമാനിക്കുക. ഇന്നലെ വരെയും ഞാൻ അങ്ങനെ തീരുമാനിച്ചില്ല. എൻ്റെ കാര്യങ്ങളിൽ എല്ലാ കാലത്തും തീരുമാനമെടുത്തിട്ടുള്ളത് പാർട്ടിയാണ്. പാർട്ടി എടുക്കുന്ന സംഘടനാപരമായ തീരുമാനങ്ങളെ ഞാൻ ഒരിക്കലും തള്ളിപ്പറയാറില്ല. എന്നാൽ ഇതുപോലത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ വരുമ്പോൾ രാഷ്ട്രീയ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കാൻ ആവശ്യമായ നിലപാടുകൾ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10-40 വർഷമായി എൻ്റെ ശീലം അതാണ്. അതുകൊണ്ട് ഞാൻ മത്സരിക്കണമോ വേണ്ടയോ എന്ന് പാർട്ടി എന്താണോ പറയുന്നത് അതനുസരിക്കുന്ന ഒരു പ്രവർത്തകനായി ഞാനുണ്ടായിരിക്കും. കീഴ്ഘടകങ്ങൾ ചില പ്രമേയം പാസ്സാക്കി നടക്കമുള്ള റിപ്പോർട്ടുകളുണ്ട്. അല്ല, അതിനാരാണ് ഉത്തരവാദി എന്നില്ല. ആരാണ് പറഞ്ഞത് അങ്ങനെ ചെയ്തു എന്ന് ആര് പറഞ്ഞു? കീഴ്ഘടകങ്ങൾ എന്നെ സ്ഥാനാർത്ഥി ആക്കണമെന്നോ ആക്കരുതെന്നോ പ്രമേയം പാസ്സാക്കിയെന്ന് ആരാ പറഞ്ഞത്? ഉത്തരവാദപ്പെട്ട ഏതെങ്കിലും ഒരു ഭാരവാഹി പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അത് വാർത്തയായിട്ട് മാത്രമേ ഞാൻ എന്നെ കാണുന്നുള്ളൂ. താങ്കളെപ്പോലുള്ള ഒരു തലപ്പൊക്കമുള്ള ഒരു നേതാവിനെ മാറ്റി നിർത്താൻ LDF നേതൃത്വം ഈ ഘട്ടത്തിൽ തയ്യാറാവുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, അതൊക്കെ LDF അല്ലേ തീരുമാനിക്കണ്ടേ? ഞാൻ പറയില്ല, ഇതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഞാൻ വ്യക്തിപരമായ കാര്യമല്ല. ഞാനിന്ന് ഭക്ഷണം കഴിക്കുകയോ ഇല്ലെന്ന് തീരുമാനിക്കുന്നത് എൻ്റെ വ്യക്തിപരമാണ്. പക്ഷേ ഞാൻ രാഷ്ട്രീയമായി സംഘടനാപരമായി ഇന്ന കാര്യം ചെയ്യണം, വാർഡ് പ്രസിഡൻ്റ് ആകണമെന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ വാർഡ് പ്രസിഡൻ്റ് ആവും. തൽക്കാലം എല്ലാ പദവികളിൽ നിന്നും മാറി നിൽക്കാമെന്ന് പറഞ്ഞാലും ഞാൻ മാറി നിൽക്കും. പക്ഷെ അത് തീരുമാനിക്കേണ്ടത് എൻ്റെ കാര്യത്തിൽ, ഞാൻ വർക്കിംഗ് കമ്മിറ്റി അംഗമായതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് ഈ അഭിപ്രായങ്ങൾ, ഇത്തരം പല അഭിപ്രായം ഉണ്ടാവും സ്വാഭാവികമായിട്ടും. ആ അഭിപ്രായങ്ങളൊക്കെ പരിഗണിച്ചതിന് ശേഷം ദേശീയ പാർലമെൻ്ററി ബോർഡാണ് തീരുമാനമെടുക്കുക. ആ തീരുമാനമാണ് NCPയുടെ തീരുമാനം. ആ തീരുമാനം കേരളത്തിലെ, ഇന്ത്യയിലെ എല്ലാ NCPക്കാരും ഒരുപോലെ ബാധകമായ തീരുമാനമാണ്. ആ തീരുമാനത്തോടൊപ്പം നിൽക്കുന്ന പ്രവർത്തകരായിരിക്കും കോഴിക്കോട് ജില്ലയിലും ഉള്ളതെന്നാണ് എൻ്റെ വിശ്വാസം. ഏതായാലും വളരെ നന്ദി. രണ്ട് കാര്യങ്ങൾക്കാണ് അദ്ദേഹം വ്യക്തത വരുന്നത്. ദേശീയ തലത്തിൽ NCP എന്ത് തീരുമാനമെടുത്താലും കേരളത്തിലെ പാർട്ടി അതിൻ്റെ വ്യക്തിത്വം ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് തന്നെ അത് LDFിൻ്റെ ഭാഗമായി തന്നെ തുടരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുന്നു. അതോടൊപ്പം തന്നെ താൻ മത്സരിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയുടെ ദേശീയ തീരുമാനമാണ്, ദേശീയ തലത്തിൽ എടുക്കേണ്ട തീരുമാനമാണ്. ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ ഭിന്നതകളൊക്കെ ഏതെങ്കിലും ഉണ്ടോ എന്ന് തനിക്ക് അറിയില്ല, പക്ഷേ ഉണ്ടാവാം എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. പക്ഷേ ഇക്കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കേണ്ടത് ദേശീയ നേതൃത്വമാണ്. താൻ ഒരു വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്തത്. ഏതായാലും NCPയെക്കുറിച്ച് അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറയുന്നു. ദേശീയ തലത്തിൽ എന്ത് തീരുമാനമെടുത്താൽ ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചു നിൽക്കും എന്നുള്ള അഭിപ്രായത്തിൽ അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അല്ലാതെ എന്ത് തീരുമാനമെടുത്തു മറ്റേതനുസരിക്കുന്ന വിരുദ്ധമായി പോയില്ലേ? ദേശീയ നേതൃത്വം രാഷ്ട്രീയ നിലപാടുകളിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള തീരുമാനങ്ങളെടുത്താൽ ആ തീരുമാനത്തോടൊപ്പം ഉണ്ടാവില്ല എന്നാണ്. മറ്റേ സംഘടനാപരമായ തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ. അത് ക്ലിയറാണത്, രണ്ടായിട്ട് തന്നെ കാണേണ്ടതുണ്ട്. തീർച്ചയായിട്ടും രണ്ട് തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം രാഷ്ട്രീയമായി കേരളത്തിലെ പാർട്ടി അത് LDFിനൊപ്പം തന്നെയാണ്. മറ്റൊന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. അത് ദേശീയ നേതൃത്വം ഏറ്റെടുക്കുന്ന തീരുമാനം അതെന്താണോ അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ജിബേഷിനൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.